ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പുതിയൊരു മൊബൈലിൽ പ്ലേ സ്റ്റോർ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പുതിയ മൊബൈലിൽ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ മാത്രമേ മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, വീഡിയോയിൽ പോകുന്നതിന് മുൻപായി വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കാണുന്ന സൈൻ ഇൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആക്കും. ഈ പേജിൽ ഞാനിവിടെ പുതിയൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്താണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നത്. സോ ഞാൻ ഈ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഫോർ മൈ പേഴ്സണൽ യൂസ്, ഫോർ ബിസിനസ്. ഞാനിവിടെ ഫോർ മൈ പേഴ്സണൽ യൂസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് നെയിം സർനെയിം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു മെയിൽ ID ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്താണ് എൻ്റർ ചെയ്യേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തതിന് ശേഷം താഴെ ജെൻഡർ ഓപ്ഷനുണ്ട്. ജെൻഡർ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നമ്മുടെ യൂസർ ID ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ യൂസർ ID എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള യൂസർ ID നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. യൂസർ ID എൻ്റർ ചെയ്തതിന് ശേഷം ഈ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ജിമെയിൽ ID ക്രിയേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്ക്രോൾ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഐ അഗ്രി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഈ കാണുന്ന ടേൺ ഓൺ ബാക്കപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഈ ആക്സെപ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, പുതിയ ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നത് ഈ മെത്തേഡിലാണ്. ഓക്കെ ഫ്രണ്ട്, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്